മിശ്രിതങ്ങളിലെ ഘടക പദാർത്ഥങ്ങൾ. Simply, we learn the salt solution. Salt solution is a mixture. Then salt and water are the components. ഇനി ഇവിടെ ഉപ്പുവെള്ളം, അതിനെ ഒരു മിശ്രിതമായി നമ്മൾ കണക്കാക്കിയാൽ ഉപ്പ്, വെള്ളം എന്നിവ അതിലെ ഘടക പദാർത്ഥങ്ങളാണ്. ഏറ്റവും സിമ്പിൾ ആയിട്ട് ഇന്ന് ക്ലാസ് പറഞ്ഞു പോകുന്നത്. അപ്പൊ കുറെ കൂടി ഉദാഹരണങ്ങൾ നമുക്ക് പറഞ്ഞു നോക്കിയാലോ. സാൻഡ്, വാട്ടർ ആൻഡ് ഗ്രാവൽ. സിമെന്റ്, മണൽ, വെള്ളം, ചരൽ, ഇതെല്ലാം ചേർത്ത് സിമെന്റ് ഉണ്ടാകുന്നു. അപ്പൊ സിമെന്റിനുള്ളിലെ കമ്പോണൻസ്, അതായത് ഘടക പദാർത്ഥങ്ങൾ ഏതൊക്കെയാണ്? സാൻഡ്, വാട്ടർ ആൻഡ് ഗ്രാവൽ, അതായത് മണൽ, വെള്ളം, ചരൽ. ഇനി അടുത്തത് സ്മോക്ക് ആൻഡ് ഫോഗ്. സ്മോക്ക്, പുക, മഞ്ഞ്, പുകമഞ്ഞ്. ഇനി അടുത്തത് വാട്ടർ ആൻഡ് സാൾട്ട്. സീ വാട്ടർ, വെള്ളം, ഉപ്പ്, പിന്നെ കൂടെ കുറെ ധാതു ലവണങ്ങൾ, അതായത് മിനറൽസ്, ഇതെല്ലാം ഉണ്ടാകും എന്തില്? കടൽ വെള്ളത്തില്, ഇല്ലേ? അടുത്തത് പൊട്ടാസ്യം നൈട്രേറ്റ്, സൾഫർ ആൻഡ് കാർബൺ. Then form ഗൺ പൗഡർ. അപ്പൊ ഗൺ പൗഡറിനുള്ളിലെ ഈ ഘടക പദാർത്ഥങ്ങൾ ഏതൊക്കെയാണ്? കമ്പോണൻസ് പൊട്ടാസ്യം നൈട്രേറ്റ്, സൾഫർ ആൻഡ് കാർബൺ. അപ്പൊ ഇതെല്ലാം ചേർന്നുണ്ടാകുന്നത് വെടി മരുന്ന്, അതായത് പടക്കങ്ങളിലൊക്കെ നമ്മൾ ചേർക്കുന്നില്ലേ, അതാണ്. അപ്പൊ ഇന്നത്തെ ടോപ്പിക് വളരെ സിമ്പിൾ ആണ്. ഈ ഘടക പദാർത്ഥങ്ങൾ അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. Then we move more examples about mixtures. Again, we recognize the components of a mixture. Oxygen and water. C4. Oxygen, വെള്ളം, അതൊക്കെ ചേർന്നുണ്ട് കടൽ നൂര ഉണ്ടാകുന്നു. അതായത് നമ്മൾ കടലിൽ പോകുമ്പോ അവിടെ തിരകള് അടിച്ച് ഉയർന്നു കഴിഞ്ഞ് കഴിയുമ്പോൾ അവിടെ കടലില് ഒരു പത പോലെ, ഒരു നൂര പോലെ ഈ കടൽ തിരമാലകൾ വന്ന് അടിച്ച് വന്നു കഴിയുമ്പോൾ ബീച്ചിൽ കാണുന്നില്ലേ? അപ്പൊ അതാണ് കടൽ നൂര. ഇനി അടുത്തത് പെട്രോളിയം, ഹൈഡ്രോകാർബൺസ് ആൻഡ് ഫ്യൂവൽസ്, അഡിറ്റീവ്സ്, ഗ്യാസോലിൻ. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. പെട്രോളിയം, ഹൈഡ്രോകാർബൺസ്, ഇന്ധന വർദ്ധകങ്ങൾ. അപ്പൊ ഇതൊക്കെയാണ് ഗ്യാസോലിന്റെ ഉള്ളിലുള്ള ഘടക പദാർത്ഥങ്ങൾ. ഇനി അടുത്തത് നമുക്ക് ഏറ്റവും കൂടുതൽ അറിയുന്ന കാര്യമാണ് എയർ, നമ്മുടെ വായു. മിക്സ്ചർ ഓഫ് വേരിയസ് ഗ്യാസസ് ലൈക്ക് ഓക്സിജൻ, കാർബൺ ഡൈ ഓക്സൈഡ്, നൈട്രോജൻ, ആർഗൺ, നിയോൺ, എക്സെട്ര എക്സെട്ര. വായു, വായുവിനകത്തുള്ള ഘടക പദാർത്ഥങ്ങൾ പറഞ്ഞു നോക്കിയാലോ. ഓക്സിജൻ, കാർബൺ ഡൈ ഓക്സൈഡ്, നൈട്രോജൻ. പിന്നെ നമ്മൾ പറഞ്ഞ എന്താണ്? ഓർത്ത് നോക്കി. ആർഗൺ, ക്രിപ്റ്റോൺ, നിയോൺ, ക്സെനോൺ, എക്സെട്ര, ഇല്ലേ? കുറെ ഉദാഹരണങ്ങളുണ്ട്. ഇനി അടുത്തത് ഇങ്ക്, എ മിക്സ്ചർ ഓഫ് കളേർഡ് ഡൈസ്. മഷി, മഷിക്കുള്ളില് കുറെ ചായങ്ങളുടെ മിശ്രണം കാണാം, ഇല്ലേ? നിറമുള്ള കുറെ ചായങ്ങളുടെ മിശ്രിതം, അതാണ് മഷി. അപ്പൊ ഈ ഭാഗം നന്നായി മനസ്സിലായില്ലേ? Then we move more examples about mixtures. Crude oil, a mixture of organic compounds. Crude oil, ജൈവ സംയുക്തങ്ങളുടെ മിശ്രണം. അടുത്തത് soil, a mixture of minerals, living organisms, water, etc. മണ്ണ്, ധാതുക്കൾ, ജീവജാലങ്ങൾ, അവയുടെയൊക്കെ അംശങ്ങൾ. ഇനി വെള്ളം, അവയുടെയൊക്കെ മിശ്രണം. Aqua regia, a mixture of concentrated HCl, hydrochloric acid, and concentrated HNO3. Nitric acid, aqua regia, hydrochloric acid, nitric acid, concentrated hydrochloric acid, nitric acid എന്നിവയുടെയൊക്കെ മിശ്രണം. Brass, a mixture of metals like zinc and copper. പിച്ചള,
സിങ്ക്, ചെമ്പ് എന്നിവയുടെ ഒക്കെ മിശ്രണം. ഇത് ചെമ്പ് നമ്മൾ ചെമ്പ് പാത്രങ്ങൾ എന്നൊക്കെ കേട്ടിട്ടുണ്ട്. പിച്ചള, ഇതും എന്തൊക്കെയാണ്, കുറെ പാത്ര നിർമ്മാണം അതിലൊക്കെയാണ് കൂടുതൽ യൂസ് ചെയ്യുന്നത്. അപ്പൊ ഈ ഭാഗം മനസ്സിലായില്ലേ? ഇനിയും നമുക്ക് ഉദാഹരണങ്ങൾ പഠിക്കാം. Then the food mixtures, ഭക്ഷ്യ മിശ്രിതങ്ങൾ. ഇവ വളരെ സിമ്പിളായി നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഉദാഹരണങ്ങളാണ്. അതായത് ഇതൊക്കെ നമ്മൾ നിത്യജീവിതത്തിൽ ഉപയോഗിക്കുന്നതാണ്. അപ്പൊ അതുകൊണ്ട് പെട്ടെന്ന് നിങ്ങൾക്ക് കുട്ടികൾക്ക് നന്നായി മനസ്സിലാവും. അപ്പൊ നമുക്ക് പറഞ്ഞു പോയാൽ ഉദാഹരണങ്ങളൊക്കെ: കേക്ക്, ക്രീം, ഷുഗർ, ബേക്കിംഗ് പൗഡർ, ഫ്ലോർ. അതായത് കേക്കിനകത്ത് ക്രീം, പഞ്ചസാര, ബേക്കിംഗ് പൗഡർ, ധാന്യമാവ് ഇതൊക്കെ ചേർന്നിട്ടുള്ള മിശ്രണമാണ് ഉള്ളത്. ഇനി അടുത്തത് കുക്കീസ്, ബട്ടർ, ഫ്ലോർ, ഷുഗർ, ബേക്കിംഗ് പൗഡർ. അതായത് ബിസ്ക്കറ്റുകളൊക്കെ വെണ്ണ, ധാന്യമാവ്, പഞ്ചസാര, ബേക്കിംഗ് പൗഡർ മിശ്രണം. ഇനി ലാസ്റ്റ് വൺ മിൽക്ക് ഷേക്ക്, ഐസ്ക്രീം, മിൽക്ക്, ബനാന, ഷുഗർ, ഐസ് ക്യൂബ്സ്. അതായത് പാൽ ഷേക്ക്, ഐസ്ക്രീം, പാൽ, ഏത്തപ്പഴം, പഞ്ചസാര, ഐസ് ക്യൂബുകൾ ഇവയൊക്കെ ഇതിലടങ്ങിയിട്ടുണ്ട്. ഇനി അടുത്ത് നമുക്ക് ഉദാഹരണങ്ങൾ പറഞ്ഞു നോക്കിയാലോ. പായസം, പിന്നെന്താണ്, മയണൈസ്. ഇതൊക്കെ അടുത്ത എക്സാമ്പിളുകളാണ്. ഇതിനുള്ളിലുള്ള ഭക്ഷ്യ മിശ്രിതങ്ങളെ നിങ്ങൾ കണ്ടെത്തി നോക്കൂ. Then alloy mixtures, അതായത് ലോഹ മിശ്രിതങ്ങൾ, ലോഹ കൂട്ടുകൾ. അപ്പൊ നമുക്ക് കുറച്ച് ഉദാഹരണങ്ങൾ പറഞ്ഞു നോക്കിയാലോ. ഫസ്റ്റ് വൺ അൽനിക്കോ, അലുമിനിയം, നിക്കൽ, കൊബാൾട്ട് എന്നിവയൊക്കെയാണ് ഇതിനുള്ളിലെ ഘടക പദാർത്ഥങ്ങൾ. അതായത് അൽനിക്കോ, അലുമിനിയം, നിക്കൽ, കൊബാൾട്ട് എന്നിവയൊക്കെ ഇതിൽ അടങ്ങിയിരിക്കുന്നു. ഇനി ഗോൾഡ്, സിൽവർ, കോപ്പർ, ഗോൾഡ്, ഗോളോയിഡ്. ഇതിനകത്ത് വെള്ളി, ചെമ്പ്, സ്വർണം എന്നിവയൊക്കെ ഉണ്ട്. അപ്പൊ ഇതൊരു പ്രത്യേക അനുപാതത്തിലായതുകൊണ്ടാണ് ഇതിനെ ഗോളോയിഡ് എന്ന് പറയുന്നത്. ഇനി വേറെ എക്സാമ്പിൾസ് പറയുന്നുണ്ട്. സ്റ്റെർലിംഗ് സിൽവർ ഇല്ലേ, നമ്മുടെ വെള്ളി ആഭരണങ്ങൾ അതില് മാറ്റി കൂടിയതായതുകൊണ്ടാണ് അതിനെ സ്റ്റെർലിംഗ് സിൽവർ എന്ന് പറയുന്നത്. പ്യൂരിറ്റി കൂടുതലാണ്. അപ്പൊ സിൽവർ ആൻഡ് കോപ്പർ, അതാണ് വെള്ളി, വെള്ളിയും ചെമ്പൊക്കെ ചേർന്നിട്ട് ഉള്ളത്. ഇനി റോസ് ഗോൾഡ്, ഇപ്പൊ നമ്മുടെ ജ്വല്ലറികളിൽ കാണപ്പെടുന്ന മിക്കവാറും ആഭരണങ്ങൾ റോസ് ഗോൾഡ്, വൈറ്റ് ഗോൾഡ് അങ്ങനെയൊക്കെ പറഞ്ഞില്ലേ. അപ്പൊ അതില് ഗോൾഡ്, സിൽവർ, കോപ്പർ, അതായത് റോസ് ഗോൾഡിൽ ചേർന്നിരിക്കുന്നത് സ്വർണം, വെള്ളി, ചെമ്പ്. അത് പ്രത്യേക ഒരു അനുപാതത്തിലാണ്. അപ്പൊ അതുകൊണ്ടാണ് അതിനെ റോസ് ഗോൾഡ് എന്ന് പറയുന്നത്. അപ്പൊ ഇതിൽ കൂടുതലായിട്ട് കോപ്പറിന്റെ ആ അനുപാതമാണ് കൂടുതൽ വരുന്നത്. ഇനി അടുത്തത് ഗോൾഡ്, നമ്മുടെ പ്യുവർ ഗോൾഡ് ജ്വല്ലറീസിലേക്ക് കിട്ടുന്നത്. അപ്പൊ അത് ഗോൾഡ് ആൻഡ് കോപ്പർ. അപ്പൊ ഇത് പഴയ ക്യാരറ്റ് കുറവുള്ള സ്വർണമായിരുന്നു. അപ്പൊ അതില് ചെമ്പ് അതിന്റെ അംശം ചേർന്നിട്ടുണ്ട്. അപ്പൊ ഇപ്പോഴത്തെ പുതിയ പ്യൂരിറ്റി ഉണ്ടെന്നിലാണെങ്കിൽ ചെമ്പിന്റെ അംശം വളരെ കുറവാണ്. അതായത് ചിലതിൽ കാണുന്നില്ല. അപ്പൊ സ്വർണം എന്ന് പറയുമ്പോൾ സ്വർണം, ചെമ്പ്. അപ്പൊ ഏറ്റവും സിമ്പിൾ ആയിട്ട് ഈ ഭാഗം പറഞ്ഞു കഴിയുമ്പോൾ നമുക്ക് ആഭരണങ്ങൾ, അവയെ പറ്റി, അവയുടെ ആ ലോഹ മിശ്രിത കൂട്ടുകളെ പറ്റിയൊക്കെ നമുക്ക് പഠിക്കാൻ പറ്റിയില്ലേ. അപ്പൊ ഈ ഭാഗം വളരെ സിമ്പിൾ അല്ലേ, നന്നായി മനസ്സിലായില്ലേ?